രാഹുൽ ഗാന്ധിയുടെ പാട്ട് ഇതാണ്. രാഹുൽ ഗാന്ധി എന്താ പറയുന്നത്? സ്വർണം കട്ടത് ആരപ്പ. സ്വാഭാവികമായ ആളുകൾ ചോദിക്കും, അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇവിടുത്തെ ജനത്തോടാണ്. ജനത്തെ നോക്കിയിട്ടാണ് പറഞ്ഞത്, പോയി ചോദിച്ചാൽ മതി എന്ന്. അതെടുത്ത് അത് വീണ്ടും ഓർമ്മിപ്പിക്കുക. ആളുകളോടാണല്ലോ മുഖ്യമന്ത്രി. അപ്പൊ സ്മൃതിക്ക് അറിയാമെങ്കിൽ സ്മൃതി പറയൂ. ഈ സോണിയാഗാന്ധിയുടെ കയ്യിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കെട്ടിക്കൊടുത്തത് എന്തായിരിക്കും? ഒരു മിനിറ്റ്. ഈ പറഞ്ഞ വില കുറഞ്ഞ ആരോപണങ്ങൾ, ഞാൻ ആൻസർ കയ്യിൽ കെട്ടിക്കൊടുത്തത് എന്താണെന്ന് രാഹുൽ ഗാന്ധിയെ പറയിപ്പിച്ച സംസ്ഥാന ഞാൻ ആൻസർ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കൊക്കെ എത്രയോ കാലം മുമ്പാണ് പോറ്റി അവിടെ പോയിട്ടുള്ളത്. പോറ്റിയെ ഇവിടെ നിന്ന് കോൺഗ്രസ് നേതാക്കളായിരിക്കാം കൊണ്ടുപോയിട്ടുണ്ടാകുക, ഉറപ്പാണ്. അന്ന് പോറ്റി എങ്ങനെയാണ് ശബരിമലയിൽ പ്രധാനിയായതെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എല്ലാവരുമായി ബന്ധം വയ്ക്കുന്നു, എല്ലാവരെയും ആളായി അഭിനയിക്കുന്നു, എല്ലാവർക്കും വേണ്ടി അവിടെ എന്താണ് ദർശനത്തിന് സഹായം ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ അതിനുശേഷം അവിടെ ഒരു പണമുള്ള ആളായി അവിടെ എത്തുകയാണ്, സ്പോൺസറായി എത്തുകയാണ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഓരോ ഘട്ടങ്ങൾ. ആ ഒരു ഘട്ടത്തിലാണ് അവിടേക്ക് വന്നിട്ടുള്ളത്. പൂർത്തിയാക്കട്ടെ. ആ സമയത്തൊന്നും സ്വർണ്ണക്കൊള്ള എന്ന കേസ് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ സമയത്ത് സോണിയാഗാന്ധിയെ കണ്ടിട്ടുണ്ട്. കയ്യിൽ ചരട് കെട്ടിക്കൊടുത്തത് അവിടുത്തെ പ്രധാനപ്പെട്ട പൂജാരിയാണ് എന്ന് പറഞ്ഞു പോയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരാളാകുമ്പോൾ ആ ചരട് കെട്ടിക്കൊടുക്കും. ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു നേതാവാണ്, വിശ്വാസമുള്ള ഒരാളാണ്. സ്വാഭാവികമായിട്ടും ആ വിശ്വാസത്തിന്റെ ഭാഗമായി ചരട് കെട്ടിക്കൊടുക്കുന്നതിന് ഒരു കുറ്റപ്പെടുത്താൻ കഴിയില്ല. അത് സ്വർണ്ണമാണ്.